സുഹൃത്തുക്കളെ, ഞാൻ ഇതിനു മുമ്പിൽ ഒരു വീഡിയോയിൽ കുറേ എൻ്റെ ലൈഫിലുണ്ടായ കുറേ അതിശയങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക, അത്ഭുതങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഓരോ ആളുകൾ പറയില്ലേ, അതുപോലെ നമ്മളുടെ ലൈഫിലും ചെറിയ ചെറിയ മിറാക്കിൾസ് ഒക്കെ നടക്കുമല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ അത് മിറാക്കിൾസ് ആണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇതിനു മുമ്പിൽ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ നമ്മൾ ഒരു പവറിൽ വിശ്വസിച്ചാൽ അത്രയും നമ്മൾ 100% ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നടക്കും. എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ളത് ശരിക്കും ഞാൻ എന്തങ്ങനെ 100% അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചതൊക്കെ നടന്നിട്ടുണ്ട്. ഈവൻ കല്യാണത്തിന് മുമ്പിലും അതെ, കല്യാണം കഴിഞ്ഞിട്ടും അതെ. എന്ന് വെച്ചാൽ വലിയ അംബാനിയെ മാതിരി ആകണം അങ്ങനെ ആഗ്രഹങ്ങളല്ലല്ലോ നമുക്കുണ്ടാവുക, കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളല്ലേ, അതൊക്കെ നടക്കാറുണ്ട്. കാര്യം എന്താണെന്ന് പറയാം. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഓർഡർ ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല. ഞാൻ ലാസ്റ്റ് എൻ്റെ കസിൻ SI ആയിരുന്നു, ആളെ കൊണ്ട് സംസാരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തന്നെ എനിക്ക് മടുത്തു. അറൗണ്ട് 6 months ആയി കഴിഞ്ഞു. ഇനി അത് എപ്പോൾ കിട്ടാണ്? ഞാനിപ്പോൾ പറഞ്ഞു 2024 കൊണ്ട് ഞാനിതെല്ലാം നിർത്തുകയാണ്. ഇനി ഓർഡർ ചെയ്യേയില്ല. ഇപ്പം ചെയ്തത് വരെയുള്ളത് ഞാൻ വിട്ട് കളഞ്ഞു. ഇനി എന്തായാലും എനിക്ക് കിട്ടില്ല. കാരണം എൻ്റെ മനസ്സിലൊരു സ്ട്രോങ് ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് ഒരിക്കലും നമ്മളുടെ കയ്യിൽ നിന്ന്, നമ്മൾ കഷ്ടപ്പെട്ടതാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല എന്ന് ഭയങ്കര ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അത്രയും ഞാൻ ഒരുപാട് രീതിയിലൊക്കെ ട്രൈ ചെയ്തിട്ട് നടക്കാതെ വന്നപ്പോൾ ശരിയെങ്കിൽ അത് പോയത് തന്നെയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിട്ടതാണ്. ഞാൻ പറഞ്ഞു 25 ഇനി ആ ഒരു കാര്യത്തിലേക്കേ പോണില്ല, ഇനി പുതിയ അബദ്ധങ്ങളിൽ പോവില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തത്. പക്ഷേ ഭയങ്കര മിറാക്കിൾ എന്ന് പറയട്ടെ, ആ വീഡിയോ ഇട്ടിട്ട്, പക്ഷെ അത് എന്താ പറയുക, വീഡിയോ ഒരുപാട് റീച്ച് ആയിട്ടൊന്നുമില്ല എങ്കിൽ പോലും ആ വീഡിയോ ഇട്ട് കുറച്ചൊരു 4-5 days 1 weekനുള്ളിൽ തന്നെ എനിക്ക് അവരുടെ കയ്യിൽ നിന്ന് കോൾ വന്നു കേട്ടോ. കോൾ വന്നിട്ട് അവർ പറഞ്ഞ എന്താ പറഞ്ഞാൽ, ഞങ്ങളുടെ പഴയ അക്കൗണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ അക്കൗണ്ടിൽ അറൗണ്ട് 2 lakhs ഉണ്ടായിരുന്നു ഫോളോവേഴ്സ്. അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ അതിൽ ഓർഡർ ചെയ്തെന്നുള്ള കാര്യം. സോ ആ അക്കൗണ്ട് ഹാക്കായി പോയി അത്രേ. അവരുടെ അക്കൗണ്ട് ഹാക്കായിപ്പോയി. അതുകൊണ്ട് പുതിയൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിലേക്കൊരു ഹായ് അയക്കണം എന്ന് പറഞ്ഞിട്ട് അയച്ചു. അപ്പം ഞാൻ അതിലേക്ക് ഹായ് അയച്ചപ്പോഴേക്കും നിങ്ങളുടെ സാധനം കിട്ടിയോ എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു. ഞാൻ പിന്നെ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല, ഞാൻ ഓർഡർ ചെയ്തിട്ട് ഇത്ര മാസമായി എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെയും പഴയ അവരുടെ അക്കൗണ്ട് പോയി എന്ന് പറഞ്ഞല്ലോ. സോ ഞാൻ എന്ത് ചെയ്തു പറഞ്ഞാൽ, ഞാൻ നമ്മൾ ഫസ്റ്റ് അവർക്ക് അയച്ചില്ലേ പേ ചെയ്ത അതിൻ്റെ സ്ലിപ്പ്, അതൊക്കെ അവർക്ക് പിന്നെ ഫോർവേഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഏതാണ് നമ്മൾ ഓർഡർ ചെയ്തിരുന്ന ഐറ്റം അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എനിക്ക് കുറേ ഐറ്റംസ് റിട്ടേൺ വന്നിട്ടുണ്ട്. സോ അത് നിങ്ങളുടെ തന്നെയാണോ, അത് നിങ്ങളുടെ അഡ്രസ്സിൽ ഓർഡർ എൻ്റെ കയ്യിലുണ്ട് പറഞ്ഞിട്ട് നമ്മൾക്കൊരു വീഡിയോ കാണിച്ചു. നമ്മൾ ഓർഡർ ചെയ്ത അതേ ഐറ്റം എടുത്ത് കാണിച്ചു തന്നിരിക്കണം. അപ്പോൾ ആക്ച്വലി ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു ഞാൻ ഓർഡർ ചെയ്തതിൽ നിന്നും. അപ്പം ഞാൻ പറഞ്ഞു ആക്ച്വലി 2 items ആണ് ഓർഡർ ചെയ്തിരുന്നത്. ഒരു ഫ്രോക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഒരു സ്കർട്ടും ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. അപ്പോൾ സ്കർട്ട് അതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇതല്ലായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത്. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു ഇനി ചേഞ്ച് ചെയ്ത് തരണോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഓക്കെ ഫൈൻ. എന്താ പറഞ്ഞാൽ അവർ വീഡിയോ കാണിച്ചിരിക്കുന്നതും ഇസ് ഗുഡ്, കാണാൻ നന്നായിട്ടുണ്ടായിരുന്നു. സോ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ വേണ്ട, മാറൊന്നും വേണ്ട, എനിക്ക് തന്നെ മതി പറഞ്ഞിട്ട് പിന്നെ അവരെനിക്ക് ഞാൻ എൻ്റെ അഡ്രസ്സ് പിന്നെയും അയച്ചു കൊടുത്തു. ഇനിയിപ്പോൾ അഡ്രസ്സൊക്കെ പോയിട്ടുണ്ടാവും പറഞ്ഞിട്ട് പിന്നെ അഡ്രസ്സ് അയച്ചു കൊടുത്തു. ഇതേ അഡ്രസ്സ് തന്നെയാണ് ഞങ്ങളുടെ കയ്യിലുള്ളതെന്നൊക്കെ അവർ പറഞ്ഞു. സോ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും അറിയാമല്ലോ നമുക്ക് പിന്നെയും കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് വരുമ്പോൾ പിന്നെയും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങി. ഞാൻ പിന്നെ ഡെയിലി മെസ്സേജ് അയക്കാൻ തുടങ്ങി, എന്തായി, അയച്ചോ. ഫൈനലി ഞാനിവരെ പുറകെ നടന്ന് പിന്നെ അവരെനിക്ക് ട്രാക്കിംഗ് നമ്പറൊക്കെ അയച്ചു തന്നു. പിന്നെ ഞാൻ എന്നെ റെഗുലറായിട്ട് ഫോളോ ചെയ്ത് അവരവിടെ നിന്ന് അയച്ച് ഒരു 3 days തന്നെ എനിക്ക് സാധനം കയ്യിൽ കിട്ടിയിട്ടോ. അവിടുന്ന് അത്ര ദൂരമൊന്നും ഇല്ലല്ലോ, നമ്മൾ DC കൊറിയറിലാണ് വന്നത്. സോ സാധനം വന്നു, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെ, എനിക്ക് നോർമലി എന്തെങ്കിലും ഓർഡർ ചെയ്താൽ തന്നെ ഞാൻ എപ്പോഴും ട്രാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും, എത്താറായോ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു സന്തോഷങ്ങളല്ലേ, എങ്ങനെയുണ്ടാവുക സാധനം, അങ്ങനെ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു. അപ്പൊ ഇങ്ങനൊരു സാധനം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ 6-7 months മുമ്പിൽ ഓർഡർ ചെയ്ത സാധനം കിട്ടില്ല, അവർക്ക് വിട്ട സാധനം കൈ കിട്ടുമ്പോഴത്തെ ഒരു എക്സൈറ്റ്മെന്റും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പിന്നെ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ല, നന്നായി തന്നെയാണ്. അപ്പം നിങ്ങളെ കാണിച്ചു തരാം ഞാനത് കേട്ടോ. ഫസ്റ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ, ഇത് നമ്മൾക്കിവിടെ ഹൈദരാബാദിൽ അല്ലെങ്കിൽ നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്ത് അതിന് പുറകെയൊക്കെ നടക്കണം. അപ്പോൾ ഇതാണ് ഒരെണ്ണം. നേരിട്ട് കാണാൻ നന്നായി തന്നെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ വീഡിയോയിൽ അത്ര നന്നായി കാണുന്നുണ്ടാവില്ല. ഇതായിരുന്നു ഫ്രോക്ക്, ഞാൻ ഓർഡർ ചെയ്ത ഫ്രോക്ക്. അതൊക്കെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളുടെ കേരള സ്റ്റൈല് കസവിൻ്റെ അത് വെച്ചിട്ട്. ചിലപ്പോൾ മേ ബി നിങ്ങൾ വിചാരിക്കുമോ ഈ സാധനമാണ് ഓർഡർ ചെയ്തതെന്ന്. പക്ഷെ നന്നായിട്ടുണ്ട് കേട്ടോ, കാണാൻ നന്നായി തന്നെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞു, ഡയറക്റ്റ് അതിൽ കണ്ടാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പിന്നെ
സ്കർട്ടാണ് ഇത്. ഞാൻ എപ്പോഴെങ്കിലും വീഡിയോയിൽ ഇടുമ്പോൾ ഞാൻ പിന്നെയും പറയാം കേട്ടോ. ഇത് അജ്രക്കിന്റെ ബ്ലൗസ്. ഇനി ഞാൻ എപ്പോഴെങ്കിലും വീഡിയോ ഇടുമ്പോൾ ആ സെയിം ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളതെങ്കിൽ അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ ഡ്രസ്സാണ് അന്ന് ഞാൻ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞിട്ട്. എന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ അത്ര ക്ലിയർ ആയി തോന്നില്ല, അപ്പോൾ ഇത്ര ഭംഗിയുണ്ടോ എന്നൊന്നും അറിയണില്ല. കാരണം അല്ലെങ്കിൽ വീഡിയോ കുറച്ച് ഡിസ്റ്റൻസിൽ വെച്ചെടുത്ത് ഇട്ട് കഴിയുമ്പോഴേ നമുക്ക് അതിന് ഭംഗി ശരിക്കും അറിയാൻ പറ്റുള്ളൂ, ഇങ്ങനെ വെറുതെ കാണിക്കുന്നതിനേക്കാളും അല്ലേ. എന്തായാലും സാധനം എനിക്ക് കിട്ടി. ഇതന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് ലക്കാണോ മിറക്കിളാണോ എന്താണെന്ന് അറിയില്ല. ഞാൻ അസലെ എക്സ്പെക്ട് ചെയ്തതേ ഇല്ല. അത് പോയി എന്ന് തന്നെ 100% വിശ്വസിച്ചുകൊണ്ടിരുന്നതായിരുന്നു. അങ്ങനെ കിട്ടുമ്പോൾ ഒരു സന്തോഷം. അപ്പം നമുക്ക് കിട്ടിയില്ല എന്ന് നമ്മൾ ഷെയർ ചെയ്ത പോലെ തന്നെ കിട്ടി എന്നുള്ളതും ഷെയർ ചെയ്യേണ്ടത് നമ്മുടെ ഒരു കടമയല്ലേ അത്. അതുകൊണ്ടാണ് തന്നെയല്ല കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ എല്ലായിടത്തും ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ആ സന്തോഷം കൂടുമല്ലേ. എന്തോ പറഞ്ഞ പോലെ സങ്കടം വരുമ്പോൾ നമ്മൾ ഷെയർ ചെയ്ത ആ ഒരു അതിൻ്റെ ആ ഒരു സ്ട്രെങ്ത് കുറയുക, വിഷമത്തിന്റെ ആ ഒരു ഇത് കുറയുമല്ലോ. അതേപോലെ തന്നെ നമ്മളുടെ സന്തോഷവും പങ്കുവെച്ച് കഴിഞ്ഞാൽ കൂടുന്നു കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെയാണ് കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ അടുത്ത് പറയണം തോന്നി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ.